നമസ്കാരം. അപ്രിയമായ സത്യങ്ങൾ പറയാതിരുന്നൂടെ എന്ന് ചോദിക്കുന്നുണ്ട്. ഈ വാർത്തയൊക്കെ കാണുമ്പോൾ എങ്ങനെയാണ് അപ്രിയമായ സത്യങ്ങൾ പറയാതിരിക്കുക? 45 ഇനത്തിൽപ്പെട്ടിട്ടുള്ള വെളിച്ചെണ്ണകളാണ് ഇപ്പോ ബാൻ ചെയ്തിരിക്കുന്നത്. ഇത് 45-ൽ മാത്രം ഒതുങ്ങുന്നതാണോ? ഒരിക്കലുമല്ല. ഇതൊരു പുതിയ സംഭവമാണോ? അല്ല. ഇനിയും പൊതുമാർക്കറ്റിലുള്ള കൊള്ള ലാഭത്തിനും മായം കലർന്ന ഉൽപ്പന്നങ്ങൾക്കും ഇരയായി നമ്മൾ ജീവിക്കണോ? ഇത് നമ്മൾ തീരുമാനിക്കേണ്ടതാണ്. ഒരിക്കലും സർക്കാരുകളോ മാനുഫാക്ചറിംഗ് കമ്പനികളോ മാത്രമല്ല ഇതിന് ഉത്തരവാദികൾ. ഇതിന് നമ്മൾ ഓരോരുത്തരും ഉത്തരവാദികളാണ്. കാരണം മാർക്കറ്റിൽ ജനങ്ങൾ ഡിമാൻഡ് ചെയ്യുന്ന വസ്തുക്കളാണ് മാനുഫാക്ചറിംഗ് കമ്പനികൾ ജനങ്ങളിലേക്കായി എത്തിക്കുന്നത്. അപ്പോൾ നമ്മൾ ഡിമാൻഡ് ചെയ്യുന്ന ക്വാളിറ്റിയാണ് കമ്പനികൾ ഉണ്ടാക്കുന്നത്. ഒന്ന്, ആ വിഭാഗം. രണ്ട്, കൊള്ള ലാഭം എന്ന് പറഞ്ഞ അവസ്ഥയിൽ തന്നെയാണ് നിൽക്കുന്നത്. ഇത് ഈ 45 ബ്രാൻഡുകൾ ഇനി ഉണ്ടാവില്ല എന്ന് പറഞ്ഞാൽ ആ പേരുകളിലുള്ള ഇത് ഉണ്ടാവില്ല, എണ്ണകൾ ഉണ്ടാവില്ല. ഇവർ പുതിയ പേരുകളിൽ ഇത് പുതിയ ലേബിളുകളാക്കി നമ്മൾ ജനങ്ങളിലേക്ക് വീണ്ടും എത്തിക്കുന്നു. ജനങ്ങൾ അത് വീണ്ടും വാങ്ങിച്ച് ഉപയോഗിക്കുന്നു. സൂക്ഷിക്കുക.